വിൽ ദേ കം ബാക്ക് ടു യുവർ ലൈഫ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ? ഈ ഒരു സമയത്തും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇവിടെ കിട്ടുന്ന എനർജി വൈബ്രേഷൻസ് മെയിൻലി ടോറസ്, കാപ്രിക്കോൺ, വിർഗോ ആൻഡ് ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ ഡീപ്പായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് ഇവിടെ 10 ഓഫ് കപ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. അതായത് മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വളരെ വളരെ നാളുകളായിട്ട് പരിചയമുള്ളൊരു വ്യക്തിയാവാം, ഒരു കൊളീഗ് ആവാം, മേ ബി നിങ്ങൾക്ക് വളരെ ചെറുപ്പം മുതലേ അറിയാവുന്നൊരു വ്യക്തിയും ആകാം. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ആഴം എന്ന് പറയുന്നതിന് വളരെ വളരെ കൂടുതലായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ചില ആൾക്കാർ ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ ഒരു പേഴ്സണെ ലെറ്റ് ഗോ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ ലെറ്റ് ഗോ ചെയ്തതായിരിക്കാം. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങളുടെ ഈ ഒരു ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എങ്കിൽ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളുള്ള സ്നേഹം എന്ന് പറയുന്നത് ഓവർഫ്ലോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ്. ഈ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി ആ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരിൽ ആരോ ഒരാൾ ഈ ഒരു സമയത്ത് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഒരു റിയൂണിയന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു സമയത്ത് ഒരുപാടായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് മദർലി കെയർ എന്ന് നമുക്ക് പറയാം. അതായത് ഒരു അമ്മയെ പോലെ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത്രമാത്രം നിങ്ങളെ ഓരോ സമയത്തും നിങ്ങളെ ഒരു സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ത് തന്നെ ആയിരുന്നാലും ഏതൊരു സാഹചര്യം കൊണ്ടാണോ നിങ്ങളുടെ ഈ ഒരു ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത്, എന്നിട്ട് ഡെഫിനറ്റ്ലി ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു കണക്ഷൻ കൂടുതൽ പേർക്കും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ട് കാണുന്നുണ്ട്. കാരണം രണ്ടു പേർക്കും ഒരേ തോട്ട്സ് ആണ് കാര്യം. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ രണ്ടു പേർക്കും ഒരു സം കൈൻഡ് ഓഫ് ഈഗോ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഷുവറായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേഷൻ ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും കൂടുതൽ പേർക്കും ഒരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മാസ്റ്റർ കാർഡ് തന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയന് വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. കൂടുതൽ പേർക്കും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് ഇവിടെ കാണുന്നത്. കൂടുതൽ പേർക്കും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ ഒരുപാടായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നാണ് ഇവിടെ കാണുന്നത്. അതിന് കാരണം തന്നെ നിങ്ങളുടെ പേഴ്സണ് ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇത്രയും നാള്. മേ ബി ആ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓവർകം ചെയ്തതായിട്ടും കാണുന്നുണ്ട്. കൂടുതൽ പേർക്കും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാവാൻ കാരണം തന്നെ ആ വ്യക്തിക്ക് ഒരു കാർമിക് സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ ഒരു കാർമിക് സൈക്കിൾ ആ വ്യക്തി ഓവർകം ചെയ്തതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അവർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാടുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു മാർഗം അന്വേഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്.
മേ ബി നിങ്ങൾ ഉടനെ തന്നെ കണ്ടുമുട്ടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു റീയൂണിയനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ എത്രയും വേഗം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക് അവർ നിങ്ങളുമായിട്ടുള്ള ഒരു മാരേജ് ലൈഫിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ചാണ് വരാൻ പോകുന്നത്. മേ ബി നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് വരാൻ പോവാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇതും ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഫൈനൽ കാർഡ് ഇവിടെ ഈ ഒരു കാർഡ് 2 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നോ കോണ്ടാക്റ്റിലായിട്ട് ഉള്ളവർക്ക് ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ റിയൽ വർത്ത് മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്.